ചൈനയിലേക്ക് പുതിയൊരു കടൽപാത കണ്ടെത്തേണ്ടത് യൂറോപ്യൻസിന് അത്യാവശ്യമായിരുന്നു. പലരും അതിനുവേണ്ടി പുറപ്പെട്ടിട്ട് നോർത്ത് അമേരിക്കയുടെ തീരങ്ങളിലൊക്കെയാണ് പോയി ചേർന്നത്. അന്റാർട്ടിക്കയിൽ കാലുകുത്താൻ പുറപ്പെടുന്ന റോൾഡ് ആമുണ്ട്സൺ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മുൻപ് പോയ ആളുകൾക്കൊന്നും തെളിവില്ലായിരുന്നു. അതിന് ഇദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള ഒരു 4 തൊഴിലാളികളെ കൂടെ കൂട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ക്യാബിൻ, ടോയ്ലറ്റ് അടക്കം സൗകര്യമുള്ള ക്യാബിനിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് പരാതി പറയുമ്പോൾ ഇവർ മാസക്കണക്കിന് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗുഹയിൽ അടച്ചിട്ട പോലെ ആണ് ഇവർ ജീവിക്കുന്നത്. യാത്രയിലുള്ള ഭക്ഷണത്തിന് കേടുകൂടാതെ ഇരിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ജീവനോടെ കൊണ്ടുപോയിട്ട് ഈ കപ്പലിൽ വെച്ച് അറുത്തിട്ട് അതാത് ദിവസത്തേക്കുള്ള മീറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയാണ്. ഇപ്പോഴത്തെ ആധുനികമായ കപ്പൽ യാത്രകൾ ചെയ്യുന്ന എനിക്ക് അന്നത്തെ കപ്പൽ യാത്ര എങ്ങനെയായിരുന്നു എന്ന് കണ്ടപ്പോൾ ഉള്ളിൽ കിടുങ്ങിപ്പോയി. യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് ഒരു പുതിയ വ്യാപാര മാർഗം കണ്ടെത്താൻ ഒരുപാട് ശ്രമങ്ങൾ 19ാം നൂറ്റാണ്ടിൽ നടന്നിരുന്നു. ആ ശ്രമങ്ങളിൽ ഒരു 1000-ഓളം ആളുകൾ മരിച്ചുപോയി. ഒരുപാട് കപ്പലുകൾ, 2 ഡസൻ കപ്പലുകളെങ്കിലും മുങ്ങിപ്പോയി. ഒരുപാട് ദുരന്തങ്ങളുണ്ടായി. പക്ഷെ ആർക്കും നോർത്ത് വെസ്റ്റിലേക്കുള്ള ഒരു റൂട്ട്, കടൽപാത കണ്ടെത്താൻ പറ്റിയില്ല. അന്നത്തെ കാലത്ത് ഈ നോർത്ത് സൈഡിലുള്ള ഈ കടൽ മാപ്പുകൾ അപൂർണങ്ങളായിരുന്നു. പല സ്ഥലങ്ങളിലും ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെ എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അജ്ഞാതമായ ആ ഏരിയയെക്കുറിച്ച് അവിടെ ഒരുപാട് ഭീകര കഥകൾ നാവികർക്കിടയിൽ പരന്നിരുന്നു. അവിടെ രാക്ഷസന്മാരുണ്ട്, അവിടെ ഭീകര ജീവികളുണ്ട്, കപ്പലിനെ അപ്പാടെ വിഴുങ്ങുന്ന സാധനങ്ങളുണ്ട്, ആ വഴി യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള കഥകൾ നാവികരുടെ ഇടയിലുണ്ടായിരുന്നു. ആ കാലത്ത് ചൈനയിലേക്ക് പുതിയൊരു കടൽപാത കണ്ടെത്തേണ്ടത് യൂറോപ്യൻസിന് അത്യാവശ്യമായിരുന്നു. പലരും അതിനുവേണ്ടി പുറപ്പെട്ടിട്ട് നോർത്ത് അമേരിക്കയുടെ തീരങ്ങളിലൊക്കെയാണ് പോയി ചേർന്നത്. അത് ചൈനയാണെന്ന് വിശ്വസിച്ചു കുറേ പേര്. ഇപ്പോൾ ചൈനയിലേക്കുള്ള പാതയില്ല, നോർത്ത് വെസ്റ്റിൽ അങ്ങനെ ഒരു പാതയില്ല എന്ന് തീരുമാനിച്ചു. ഒരുപാട് പേര് ജീവൻ ബലി കൊടുത്തു. ആയിരത്തി 1940-കളിൽ സർ ജോൺ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആള് കുറേ കപ്പലുകളും ഒക്കെ ആയിട്ട് ഈ പാത കണ്ടെത്താൻ പോവുകയും 2 കപ്പലുകൾ ഒഴികെ ബാക്കിയെല്ലാം തകർന്ന് മുങ്ങിപ്പോവുകയും 129 അധികം ആളുകൾ ആ ഒരു ട്രിപ്പിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. പിന്നെ കുറേ ആളുകൾ അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കള്ളക്കഥകൾ ശരിയായ കഥയാണെങ്കിൽ തന്നെ അതിന് തെളിവുകളില്ലാതെ തിരിച്ചു വന്നു. ഇങ്ങനെയുള്ള ഒരു കാലത്ത് ആണ് 90s തുടക്കത്തിൽ റോൾഡ് ആമുണ്ട്സൺ എന്ന് പറയുന്ന ഒരാൾ അന്റാർട്ടിക്കയിൽ കാലുകുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പുറപ്പെടുന്നത്. അന്റാർട്ടിക്കയിൽ കാലുകുത്താൻ പുറപ്പെടുന്ന റോൾഡ് ആമുണ്ട്സൺ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മുൻപ് പോയ ആളുകൾക്കൊന്നും തെളിവില്ലായിരുന്നു. അവർ പോയി എത്തി എന്നൊക്കെ പറയുന്നതിന് തെളിവില്ലായിരുന്നു. അതിന് ഇദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള ഒരു 4 തൊഴിലാളികളെ കൂടെ കൂട്ടി. എന്നിട്ട് ആ കപ്പലിൽ യാത്ര ചെയ്ത് അദ്ദേഹമാണ് 1911 ഔദ്യോഗികമായി അന്റാർട്ടിക്കയിൽ കാലുകുത്തുന്നത്. 14/12/1911 5 പേര് ആദ്യമായിട്ട് അന്റാർട്ടിക്കയിൽ കാലുകുത്തി. ആ 5 പേരുടെ പ്രതിമകളാണ്. ഈ പുറകിൽ നിൽക്കുന്ന ആളാണ് ഗ്രൂപ്പ് ലീഡർ. അന്റാർട്ടിക്കയിൽ കാലുകുത്തുന്നത് റോൾഡ് ആമുണ്ട്സണും 4 പേരുമാണ്. ആ കപ്പല് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതായത് 100-ലധികം വർഷം പഴക്കമുള്ള ആ യാത്ര ചെയ്ത കപ്പൽ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അപ്പം 3 പിരമിഡുകൾ പോലെയുള്ള വലിയ ഷെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ 2 അന്ന് ഓപ്പൺ ചെയ്തിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വലിയ, ശരിക്കും ത്രികോണാകൃതിയിൽ ടെൻ്റ് അടിച്ചതുപോലെ ഉരുക്കിൽ
തീർത്തിട്ടുള്ള ബീമുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ്. അപ്പോൾ ആ ബിൽഡിംഗ് എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കണമെന്ന് പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും. പക്ഷെ അകത്ത് കയറുമ്പോൾ മനസ്സിലാവുക ഈ അന്റാർട്ടിക്ക എക്സ്പെഡീഷന് പോയ ആ കപ്പൽ, ഫ്രാം എന്നാണ് ആ കപ്പലിൻ്റെ പേര്. ഫ്രാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അത് പുറപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെ പേര് ഫ്രാം എന്നാണ് ഇട്ടേക്കുന്നത്. ഈ ഫ്രാം എന്ന് പറഞ്ഞ കപ്പൽ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ്. ഈ ചെരിച്ച് ഉള്ള ആ റൂഫിൻ്റെ ഉൾവശത്ത് മുഴുവൻ സ്ക്രീനുകളാണ്. അപ്പോൾ അതിൽ ഫുൾ ടൈം കടലും തിരയും ഐസ്ബർഗ്സിൻ്റെയും ഒക്കെ വീഡിയോസ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഷിപ്പ് വളരെ സിനിമാറ്റിക്കായിട്ട് ലൈറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഷിപ്പിലേക്ക് നമുക്ക് സൈഡിൽ കൂടെ കയറുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോകൾ, ഇതിൽ യാത്ര ചെയ്ത നാവികരുടെ ഫോട്ടോസ്, ആദ്യകാലത്തെ ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ചരിത്രാത്മകമായിട്ടുള്ള ഒരാൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഷിപ്പിൻ്റെ ഡോക്കിലേക്ക്, മോൾ തട്ടുകളിലേക്ക് മേലേന്ന് ഗോവണിയിൽ കയറിയിട്ട് നമുക്ക് പ്രവേശിക്കാം. ഇതൊരു പായ്ക്കപ്പലാണ്. അപ്പോൾ ഈ പായ്ക്കപ്പലിൻ്റെ ആ ഡോക്ക് ഫുൾ നമുക്ക് നടന്ന് കാണാം. എന്നിട്ട് ആ കപ്പലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. അപ്പോൾ ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഇപ്പോഴത്തെ ആധുനിക ക്രൂയിസ് കപ്പലിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അതിലെന്തൊക്കെ തരം സൗകര്യങ്ങളുണ്ട്, അത് എത്ര ഹ്യൂജാണ് എന്നൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കപ്പൽ കാണുമ്പോൾ നിങ്ങളുടെ ചങ്ക് ഇടിച്ചു പോകും. എങ്ങനെ ഇതിൽ, അതായത് അധികം ദൂരെയൊന്നുമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ കപ്പലിൽ കുറേ പേര് യാത്ര ചെയ്ത് അന്റാർട്ടിക്കയിലേക്ക് എത്തിയതാണ്. ഇന്ന് ഞാൻ അന്റാർട്ടിക്ക എക്സ്പെഡീഷന് പോയിട്ടുള്ള ഒരാളാണ്. അന്റാർട്ടിക്ക ക്രൂയിസിനും പോയിട്ടുണ്ട്, അന്റാർട്ടിക്ക എക്സ്പെഡീഷനും പോയിട്ടുണ്ട്. അന്റാർട്ടിക്ക ക്രൂയിസിന് പോകുമ്പോൾ അന്റാർട്ടിക്കയിൽ ഇറങ്ങാൻ പറ്റില്ല. അന്റാർട്ടിക്ക എക്സ്പെഡീഷനിൽ പോകുമ്പോൾ അവർ നമ്മളെ കൊണ്ട് അന്റാർട്ടിക്കയിൽ ഇറക്കും, നമുക്ക് കാലുകുത്താം. ആ ഷിപ്പ് എന്ന് പറയുന്നത് ഈ ഡ്രേക്ക് പാസേജിലൂടെയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകതരം മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, എത്ര മർദ്ദം ഉണ്ടായാലും തകരാത്ത വിധത്തിലുണ്ടാക്കിയിട്ടുള്ള, എത്ര വലിയ ഐസ് പാളിയെയും കട്ട് ചെയ്തിട്ട് അതിനുള്ളിലൂടെ കടന്നു പോകുന്ന ആധുനിക സജ്ജീകരണങ്ങളുള്ള കപ്പലാണ്. ഇവർ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കപ്പലിലാണ് 5 പേര്. 5 പേര് എന്ന് മാത്രമല്ല, ഇവർക്ക് ഇത്രയും ദിവസം യാത്ര ചെയ്യാൻ ആവശ്യമായ ഭക്ഷണ സാമഗ്രികൾ, ഈ എൻജിൻ വർക്ക് ചെയ്യേണ്ട തൊഴിലാളികൾ, പായ ചെയ്യേണ്ട തൊഴിലാളികൾ, വേണ്ടി വന്നാൽ തുഴയാനുള്ള ആളുകൾ, എൻജിനീയേഴ്സ്, ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ട എൻജിനീയേഴ്സ്, വാനനിരീക്ഷകർ, ദിശയും ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള വാനനിരീക്ഷകർ, സയൻറ്റിസ്റ്റുകളൊക്കെ അടങ്ങുന്ന ഒരു അന്റാർട്ടിക്കയെക്കുറിച്ച് പഠിക്കേണ്ട സയൻറ്റിസ്റ്റുകൾ, ഇത്രയും ആളുകൾക്ക് ഇത്രയും ദിവസം കഴിക്കാനുള്ള ഭക്ഷണം, റോ സ്റ്റോക്ക് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ലൈഫ് സ്റ്റോക്ക് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആടുകൾ, പന്നികൾ, ഇവർക്ക് യാത്രയിലുള്ള ഭക്ഷണത്തിന് കേടുകൂടാതെ ഇരിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ജീവനോടെ കൊണ്ടുപോയിട്ട് ഈ കപ്പലിൽ വെച്ച് അറുത്തിട്ട് അതാത് ദിവസത്തേക്കുള്ള മീറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരു യാത്ര ഈ കപ്പലിൽ ആ കാലത്ത് പോകണം. എന്ത് സാഹസികരാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ ആളുകൾ ഭയങ്കര സാഹസികനാണ്, ഭയങ്കര അഡ്വഞ്ചറസാണ് അയാളെന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നും. നമുക്ക് തന്നെ ഒരു ലജ്ജ തോന്നും. കാരണം ഇത്രയും ആധുനിക സൗകര്യങ്ങൾ വെച്ചിട്ട് റിസ്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ
ഈ ആധുനിക സൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇത്തരം ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉള്ള കപ്പലിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക്, കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതിൻ്റെ കിച്ചൺ, അതൊക്കെ അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ്. ആ കിച്ചണിലുണ്ടായിരുന്ന ഷെഫിൻ്റെ ഒരു പ്രതിമ, പൂർണ്ണകായ പ്രതിമ ഇതിൻ്റെ ഉള്ളിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അയാൾ കയ്യിൽ മുഴുവൻ ഈ പാൻ കേക്ക്സ്, ഇവർ കഴിക്കുന്ന നമ്മുടെ ദോശയുടെ വേറെ രൂപം, അതുമായിട്ട് ഇയാൾ നിൽക്കുന്ന ഒരു പ്രതിമ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്യാബിനുകൾ കാണാം. അതായത് ക്യാപ്റ്റൻ, സയൻറ്റിസ്റ്റുകൾ, റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, സമുദ്ര ഗവേഷകർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ താമസിക്കുന്ന ക്യാബിനുകൾ ആ മുകളിലത്തെ തട്ടിലുണ്ട്. അപ്പോൾ അതിൽ ഒരു ക്യാബിനിൽ 4 പേര് താമസിക്കുന്ന ഒരു ക്യാബിനിൽ, ആ ക്യാബിനിൽ താമസിച്ച 4 പേരുടെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അന്ന് അവർ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ്, അന്ന് അവർ എഴുതാൻ ഉപയോഗിച്ച പെന്ന്, പേപ്പർ, ആ സാധനങ്ങളെല്ലാം അതിനുള്ളിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു കല്ലറയുടെ ഉള്ളിൽ 4 പേരെ അടക്കിയ മാതിരി ഉണ്ടാവും. ഒരു ചെറിയ ടേബിൾ ഇടാനുള്ള സ്ഥലം കഴിഞ്ഞാൽ ഈ ഇടതുവശത്ത് 2 തട്ട്, അത് ഇടതുവശത്തുള്ള ഇത്തിരി കൂടി കംഫർട്ടബിളാണ്, കാരണം ഇത്തിരി കൂടി വീതി കൂടുതലുണ്ട്. അവരുടെ നമ്മുടെ ട്രെയിനിലെ ബെർത്ത് പോലെ നടുവിലത്തെ ഇങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ബെർത്തിൽ ഇരിക്കുമ്പോൾ അതിൽ ചാരി ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരെണ്ണം പെർമനൻ്റ്ലി, ഒരാൾക്ക് കറക്റ്റ് കിടക്കാവുന്ന വീതിയിൽ പെർമനൻ്റ് ആയിട്ടുള്ള 2 തട്ടുകൾ. ഇവരുടെ എല്ലാവരുടെയും സാധനങ്ങളും വസ്ത്രമൊക്കെ വയ്ക്കാനുള്ളത് ഈ ഒരു ചെറിയ സ്പേസാണ്. അതിലാണ് 4 പേര്. അതുപോലെ അതിൽ ക്യാപ്റ്റൻ പോലെയുള്ള ആളുകൾ, ഈ എക്സ്പെഡീഷൻ ലീഡറിന് ഒക്കെ സിംഗിൾ റൂംസ് ഉണ്ട്. അത് സിംഗിൾ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലം, ഒരു ടേബിൾ വയ്ക്കാനുള്ള സ്ഥലം, അതാണൊരു ക്യാബിൻ. ഈ യാത്ര പുറപ്പെട്ട 5 പേർക്ക് പുറമെ ഈ കപ്പലിൽ മറ്റ് ജോലികൾക്കും കാര്യങ്ങൾക്കായിട്ടുള്ള ആൾക്കാരും ഗവേഷകരും ഒക്കെ ആയിട്ട് 14 പേര് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 19 പേരാണ് ആ ഷിപ്പിൽ യാത്ര ചെയ്തത്. പ്ലസ് ഈ ലൈഫ് സ്റ്റോക്ക്, ഇപ്പം ആട്, കോഴി, പന്നി എന്നൊക്കെ പറയുന്ന ലൈഫ് സ്റ്റോക്കും ഇതിനകത്തുണ്ടായിരുന്നു. AC ഇല്ല, വെന്റിലേഷനില്ല, ഒന്നുമില്ല. കടുത്ത തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂടുന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്, തണുപ്പായിരിക്കില്ല. നാച്ചുറലി അന്റാർട്ടിക്കയിലൊക്കെ പോകുമ്പോൾ തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ വെന്റിലേഷൻ്റെ പ്രശ്നമില്ല. അന്ന് ഉപയോഗിച്ചിരുന്ന കമ്പിളി വസ്ത്രങ്ങൾ, അന്ന് ഉപയോഗിച്ചിരുന്ന പുതയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന കമ്പിളി, അതൊക്കെ അതിനുള്ളിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ക്യാബിൻ, ടോയ്ലറ്റ് അടക്കം സൗകര്യമുള്ള ക്യാബിനിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് പരാതി പറയുമ്പോൾ ഇവർ മാസക്കണക്കിന് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗുഹയിൽ അടച്ചിട്ട പോലെ ആണ് ഇവർ ജീവിക്കുന്നത്. അതൊരു ഭയങ്കര ഇതാണ്. പിന്നെ ഇവരുടെ ഈ 2 സൈഡിലുള്ള ക്യാബിനുകളുടെ നടുവിലായിട്ട് ഒരു കോൺഫറൻസ് ഹാള് പോലെ വലിയൊരു ടേബിളും ഇരിക്കാനുള്ള ബെഞ്ചും സാധനങ്ങളുണ്ട്. അവിടെ ഒരു മ്യൂസീഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്ലേ ചെയ്യാനൊരു പിയാനോ. ഈ കോൺഫറൻസ് റൂം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഡൈനിങ് റൂമുണ്ട്. ആ ഡൈനിങ് റൂമിൽ ഈ പ്രധാനപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ടേബിള് അവരന്ന് കഴിക്കുന്നത് പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കവടി പിഞ്ഞാണം, കവടി മഗ് എന്നൊക്കെ പണ്ട് പറയായിരുന്നു. ഈ വെള്ള കളറിൽ ആയിരിക്കും, എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ അത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. വെളുത്ത പാത്രം, അതിൻ്റെ അറ്റത്ത് നീല, അത് ഒരു മെറ്റൽ സാധനം കൊണ്ടുള്ള പാത്രമാണ്. അതാണ് നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ മെറ്റലിന് ഈ ഒരു ഇനാമൽ കോട്ടിങ് ഉണ്ടാവും.
പട്ടാളക്കാർക്കൊക്കെ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ മഗ്ഗിലാണ് അവരെല്ലാം കുടിക്കുന്നത്. അപ്പോൾ അത്തരം മഗ്ഗുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, അവരുടെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ടേബിള് ഒരു ഡിന്നർ വിളമ്പാൻ റെഡി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് ആ സ്പേസ് പ്ലേറ്റ്സ് ഉപയോഗിച്ചിരുന്ന ആളുകളുടെ ഫോട്ടോ ആ പ്ലേറ്റിൽ ഇപ്പോൾ ഇംപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതേ പൊസിഷൻസിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു 100 വർഷം മുമ്പുള്ള ഒരു ഡിന്നർ ടൈം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോർ റൂമുണ്ട് ഷിപ്പിൻ്റെ ഒരറ്റത്ത്. ആ സ്റ്റോർ റൂമിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ആടിനെയൊക്കെ തൊലി പൊളിച്ച് ക്ലീൻ ചെയ്തിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ധാന്യങ്ങൾ, മാവ്, റൊട്ടിയൊക്കെ ഉണ്ടാക്കാനുള്ള മാവും കാര്യങ്ങളൊക്കെ ചാക്കുകളിൽ സൂക്ഷിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ ചില ഷെൽഫുകളിൽ തോക്കുകൾ, ഇപ്പോൾ വല്ല പോളാർ ബെയറൊക്കെ അറ്റാക്ക് ചെയ്യാമെന്ന വെടിവെക്കാനുള്ള തോക്ക്, അങ്ങനെയുള്ള ആയുധങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ കപ്പലിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു എൻജിൻ റൂമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ എൻജിൻ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, എന്താണ്, എത്ര HP മോട്ടറാണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസിൻ്റെ വീഡിയോ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ കപ്പലിൻ്റെ ഓരോ സ്ഥലത്തും, ഇപ്പോൾ കിച്ചണാണെങ്കിൽ കിച്ചൺ എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്, കിച്ചണിലെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ അവർ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ കപ്പലിൻ്റെ അകം മുഴുവൻ നമുക്ക് നടന്ന് കാണാം. അതിൻ്റെ ഉള്ളിലുള്ള കോറിഡോറുകൾ, ഇടുങ്ങിയ കോറിഡോറുകൾ. അപ്പോൾ ഈ 19 പേര് എത്ര ചെറിയ സ്പേസിലാണ് ജീവിച്ചത്. അത് 1-2 ദിവസമല്ല, 3 മാസത്തോളം നീളുന്ന എക്സ്പെഡീഷനാണ്. ഈ കപ്പലിലാണ് ഇവർ അന്റാർട്ടിക്കയിൽ എത്തുന്നതും അന്റാർട്ടിക്കയിൽ കാലുകുത്തുന്നതും. ഈ അന്റാർട്ടിക്കയിൽ ഇറങ്ങിയാൽ സഞ്ചരിക്കാൻ വേണ്ട സ്ലഡ്ജസ് വരെ ഇവർ ഈ കപ്പലിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്ന് മാത്രമല്ല, സ്ലഡ്ജസ് മാത്രമല്ല, ഇത് റിപ്പയർ ചെയ്യാനുള്ള പണിയായുധങ്ങൾ, ഈർച്ചവാള്, ഉളി, കൊട്ടുവടി, അങ്ങനെയുള്ള ആയുധങ്ങൾ. വേറെ രസകരമായ ഒരു കാഴ്ച, സിംഗർ കമ്പനിയുടെ സ്യൂയിങ് മെഷീൻ, തുന്നൽ മെഷീനുണ്ട് അതിനകത്ത്. അത് ഈ ഡ്രസ്സുകൾ റിപ്പയർ ചെയ്യാൻ, ഡ്രസ്സുകൾ തുന്നാൻ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു അഡീഷണൽ സാധനം വേണ്ടി വന്നാൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉള്ള തുന്നൽ മെഷീൻ, വലിയ ആ കാലത്തെ തുന്നൽ മെഷീൻ ഈ ഇതിലുണ്ട്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരാൾക്ക് തുന്നലും അറിയാമായിരിക്കും, ആരെങ്കിലും ഒരാൾക്ക് ആശാരിപ്പണി അറിയുമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും ഒന്നിലധികം ജോലികൾ അറിയുന്ന ആളുകൾ. അപ്പം ഇപ്പോഴത്തെ ആധുനികമായ കപ്പൽ യാത്രകൾ ചെയ്യുന്ന എനിക്ക് അന്നത്തെ കപ്പൽ യാത്ര എങ്ങനെയായിരുന്നു എന്ന് കണ്ടപ്പോൾ ഉള്ളു കിടുങ്ങിപ്പോയി. ഇനി മരണമില്ലാത്ത സ്വാൾബാർഡ് ലോംഗെർബെൻ എയർപോർട്ടിലേക്ക്.